കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും ക്രൂര റാഗിംഗ്. മർദ്ദനത്തിൽ 4+1 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനമേറ്റ കുട്ടികളുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഇരുമ്പിന് എന്തൊക്കെ ഉണ്ട്, പുറത്ത് മൊത്തം കുത്തിക്കാൻ, പിന്നെ കഴുത്ത് പിടിച്ച് മുറുക്കി. എനിക്ക് ശ്വാസം കിട്ടാണ്ടായപ്പോൾ ഓല കൂടെയുള്ള ചെങ്ങായിണ്ട് അന്ന് പോകുമ്പോൾ പറഞ്ഞ് ഇനി അങ്ങനെ പിടിക്കാനോ മരിച്ചോ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ക്രൂര റാഗിങ്ങിനിരയായത്. മുൻ പരിചയമോ കാരണമോ ഇല്ലാതെ 4+1 വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. കല്ലുകൊണ്ടും കമ്പി കൊണ്ടും വാഹനത്തിന്റെ ചാവി കൊണ്ടും പുറത്തും കഴുത്തിലും തലക്കും ക്രൂരമായി മർദ്ദിച്ച സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് നിലത്തിട്ട് ചവിട്ടിയതായും പരിക്കേറ്റ വിദ്യാർത്ഥികൾ പറഞ്ഞു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ സീനിയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഞാൻ തല്ലി ചവിട്ടി. അപ്പോൾ ഞാൻ നിലത്ത് വീണ് അവിടെ നിന്ന് തന്നെ പിടിച്ച് ഗേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കുറേ കുത്തിയും ചാവി കൊണ്ടും എന്തോ ഞാൻ കണ്ടില്ല, എന്നെ തല പിടിച്ച് താത്തിക്കാനിക്കണേ. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. കുട്ടികളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്നു, അവരെ ദേഹപരിശോധന നടത്തി. അപ്പോൾ കാര്യമായ പരിക്കുകളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അവരെന്തിനായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നു ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ സ്ഥിരം ഈ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിരം മുഖങ്ങൾ തന്നെയാണ് ഇതിലുണ്ടായത്. ഈ കുട്ടികളൊക്കെ പലതവണ സസ്പെൻഷന് വിധേയമായിട്ട് തിരിച്ചു വന്നവരാണ്. കൊടുവള്ളി സ്കൂളിൽ റാഗിംഗ് സംബന്ധിച്ച വാർത്തകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. റാഗിംഗ് പീഡനങ്ങൾ തുടർക്കഥയാകുമ്പോഴും കൊടുവള്ളി പോലീസ് അലംഭാവം തുടരുകയാണെന്നും ഇതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. മീഡിയ 1 കോഴിക്കോട്.